ഹലോ എവ്രി വൺ. സോ ഇന്നും ഞാനൊരു പ്രോൺസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സോ കൊഞ്ച് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനായിട്ട് കുറച്ച് മല്ലിയില, അതുപോലെ കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് എത്ര വേണം നിങ്ങൾക്ക് അരിയുന്നതനുസരിച്ച് കുരുമുളക് ആഡ് ചെയ്യാം. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ഇഞ്ചി ഒരു കുഞ്ഞി കഷ്ണം, അതുപോലെ വെളുത്തുള്ളി എത്ര നിങ്ങൾക്ക് ഫ്ലേവർ വേണം എന്ന് വെച്ചാൽ അത്രയും നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 5 കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി, എരിവ് ഇപ്പോൾ കുരുമുളക് ഞാൻ കൂടുതൽ ചേർത്തതുകൊണ്ട് ഇവിടെ കാശ്മീരിയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യണേ. നിങ്ങൾക്ക് ഗ്രീൻ കളർ കൂടുതൽ ഇതായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ കാശ്മീരി ആഡ് ചെയ്യേണ്ട. കുറച്ച് നോർമൽ മുളക് പൊടി ആഡ് ചെയ്യുക, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ അതിലേക്ക് 1 സ്പൂൺ മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് വെള്ളം ചേർക്കാതെ കുറച്ച് ഒരു ടീസ്പൂൺ എണ്ണയും, അതുപോലെ ഒരു എന്താ പറയുക, ഒരു 2-3 ഡ്രോപ്പ് ഓഫ് വിനിഗറും യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക, ഒന്ന് മാരിനേറ്റ് ചെയ്യുക. അതൊരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഉപ്പും കൂടെ ആഡ് ചെയ്യുക കേട്ടോ ആവശ്യത്തിന്. എന്നിട്ട് അത് നമുക്ക് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നീട് നമ്മൾ 2 സൈഡും ഈക്വലി നന്നായി കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കുക. എന്നിട്ട് അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു സ്മെല്ലൊക്കെ വരും. നന്നായിട്ട് ഒന്നും കൂടെ ഒരു 5 മിനിറ്റ്സോളം ഈ ഒരു പ്രോൺസ് ഈ ഒരു തേങ്ങാപ്പാലിൽ കിടന്ന് ഒന്നുകൂടെ ഒന്ന് ആവണം. അപ്പോൾ അതിന് കൂടെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാം തന്നെ ആ ഒരു ഇതിലോട്ട് ഡിപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിളയൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഉപ്പ് ആവശ്യത്തിനാണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് ലഞ്ചിന് ബീൻസ് തോരൻ ആൻഡ് പുളിശ്ശേരി, ആൻഡ് വി ഹാവ് പ്രോൺസ് നിർവാണ. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു പ്രോൺസ് നിർവാണ അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ എന്ത് വേണമെങ്കിലും ആയിട്ട് പെയർ ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ചോറിൻ്റെ കൂടെ തന്നെയാണ് പെയർ ചെയ്യുന്നത്. ആൻഡ് ട്രസ്റ്റ് മീ, ഇറ്റ് ഈസ് ലൈക്ക് സൂപ്പർ ഡിലീഷ്യസ്. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ തീയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് ആണ് വറുത്തരച്ചൊക്കെ വെക്കുമ്പോൾ. ഇത് അത് വെച്ച് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സോ എവ്രി വൺ പ്ലീസ് ഡു ട്രൈ ഇറ്റ്. അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. So I hope you guys enjoy my video. Thank you so much. See you in the next vlog. Bye.